സഹായിക്കാറുണ്ട്. ഞാൻ സഹായിക്കുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല, സഹായിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ പറയുന്ന പോലെ ഫുഡാണെങ്കിലും ഡ്രസ്സാണെങ്കിലും. പക്ഷെ ഞാൻ പറഞ്ഞു നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നമ്മളത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ചെയ്യണം. ഒത്തിരി പേര് ചെയ്യാറുണ്ടല്ലോ. ഒരു എന്താ പറയുക, ഫിനാൻഷ്യലായിട്ട് അത്ര പോലും സാമ്പത്തികമായിട്ട് ഇല്ലാത്ത ഒത്തിരി പേര് എനിക്കറിയാം. അവർ മറ്റുള്ളവർ സഹായിക്കാൻ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ യൂട്യൂബിലും. ഇല്ല ഏട്ടാ, ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല ചേട്ടാ. ചില ആൾക്കാർ വീഡിയോ ചെയ്തിടുന്നതെന്ന് പറഞ്ഞാല് അവര് നല്ലവരെന്ന് കാണിക്കാം. അത് നമ്മൾ ഹിന്ദിയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഫുഡ് കൊണ്ടു കൊടുക്കുന്നത് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ട് തടവി ഇങ്ങനെ ഓരോ കട്ടായിട്ട് അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇതാണ്. പക്ഷെ ശരിക്കും നമ്മൾ ഒരാൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നത് ശരിക്കും വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണം. അത് കണ്ടിട്ടെങ്കിലും മറ്റുള്ളവർ ചെയ്യണം. അതാണ് ജെന്യുൻ എന്ന് പറഞ്ഞാൽ, എടാ അളിയ നീ പെട്ടെന്ന് വീഡിയോ എടുത്തോടാ, ഫുഡ് കൊടുക്കുന്നത്, ശരി. അപ്പം അങ്ങനെ അതിനുവേണ്ടി ചെയ്യരുത്. നമ്മൾ അങ്ങനെയുള്ള വീഡിയോകൾ ഇപ്പം ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി പേരുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്ന കുട്ടികൾ. അത് അങ്ങനെ ഇടണം വീഡിയോ. എനിക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ എടുത്തിരുന്നും ഞാനങ്ങനെ ആരും ഇല്ല ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് എനിക്ക് മടി. അപ്പം ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എല്ലാവരും പറയും ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്, കാണിക്കാൻ വേണ്ടിയിട്ടാണ്, വലിയ സംഭവം നന്മ ചെയ്യുന്നു കാണിക്കാൻ വേണ്ടി. എനിക്ക് അതുകൊണ്ട് ഒരു താല്പര്യമില്ല. അല്ല, അങ്ങനെ ചെയ്യാതിരിക്കുന്നില്ല. പക്ഷെ അറിയാതെ കൊടുക്കുക, ആൾക്കാർ അറിയാതെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ആരുടെയും ഇത് കിട്ടിയ സ്നേഹം, അതിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ട് കാര്യമില്ല. ദൈവം നമുക്ക് തരുന്നുണ്ടല്ലോ, അതനുസരിച്ച് നമുക്ക് അത് മതി. തീർച്ചയായിട്ടും അനുവിൻ്റെ നല്ല വാക്കുകളുണ്ട്. ഇനി എനിക്ക് രണ്ട് കാര്യങ്ങളോട് അനു ചെയ്തു തന്നാൽ നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ ഇവിടെ ഫിനിഷ് ആവും. ഒന്ന്, എനിക്ക് അനുവിൻ്റെ ഔട്ട്ഫിറ്റ് വർത്ത്, നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്ന സ്വർണ്ണമായിക്കോട്ടെ, ഡ്രസ്സ്, അതാകുമ്പോൾ പിന്നെ പറയാം. അതിന് മുമ്പായിട്ട് അനു നന്നായിട്ട് മിമിക്രി ചെയ്യും ജനാർദ്ദൻ സാറിന്. ഒന്ന് ജസ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, അത് സംസ്കൃതത്തിൽ 2 വാക്ക്, സംസ്കൃതം അല്ലായിരുന്നു, 2 വാക്ക്. ആദ്യം നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. അത് നോർമലി നോക്ക ട്രൈ ചെയ്യാം. നമ്മുടെ ജനാർദ്ദൻ സാറ് സംസ്കൃതത്തിൽ സ്വാഗതം ചെയ്യാൻ പോവാണ്. ഫുള്ള് എല്ലാവർക്കും മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. മൂവി വേൾഡ് മീഡിയ ഇംഗ്ലീഷ് പറഞ്ഞു. എല്ലാവർക്കും ഉണ്ട്, ഭയങ്കര പാടാണ്. ഇഷ്ടമുള്ള സംസ്കൃതം 2 വാക്ക് പറഞ്ഞുതരാം. അതിന്റെ അർത്ഥം എന്തുവാ? അത് കൊറേ ഉണ്ട്. അതൊരു ശ്ലോകത്തിന്റെ ഒരു വരി മതി. ആണോ? ഒരു മിനിറ്റ്, ഇത് കട്ട് ചെയ്തേ. ഇനി പെട്ടെന്ന് വരില്ല, വെറുതെ ഒക്കെ ഇരിക്കുമ്പോ വരും. ഇത് പെട്ടെന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അത് മതി, അത് കറക്റ്റ് ആണ്. അത് അതേപോലെ പോരട്ടെ മറ്റേ സംസ്കൃതം കൂടെ ഇപ്പൊ പറഞ്ഞത്. ഇത് മറ്റേ MS അല്ലേ? ഹോ ആക്കിയ നോക്കട്ടെ. ഹോ അത് പറ്റാ. അല്ല അത് വരുന്നില്ല. അത് വേറെ ആരാ? ഏതാ? എൻ പിള്ളയെ കാണിക്കുമായിരുന്നല്ലോ. എൻ പിള്ള സാറിനെ തൃപ്പൂണിത്തുറ സാറിനെ കാണിച്ചേ. കറക്റ്റാ, പറ ബാക്കി ഇതെന്താ ഈ കാണുന്നത്? പറഞ്ഞോ. അല്ല, ആരുമില്ല പറഞ്ഞു. ഇതൊക്കെ കണ്ടിട്ട് എന്റെ പൊന്നു മക്കളെ, നിങ്ങളൊന്നും അനുകരിക്കരുത്. ഇതൊക്കെ ഒത്തിരി ട്രെയിൻ ചെയ്ത് അനു ഭയങ്കരമായിട്ട് പ്രയത്നിച്ചൊരു സംഭവമാണ്. പറഞ്ഞോ. പറയാം. എന്തായാലും ഇതിന്റെ ട്രോൾ എന്തായാലും വരും. നമുക്ക് വരണം. നമ്മുടെ ട്രോൾ എത്ര വന്നറിയാവോ? അത്രയും നമ്മൾ അത്രയും. പക്ഷെ ഇത്രയും പോരാ. 2 ഡയലോഗ് പറ. എന്താ? ശിവ എന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ. അത് പോരെ? വേറെ എന്തെങ്കിലും ഡയലോഗ് എത്ര നാളായിട്ട് അറിയത്തില്ലയോ? ജനാർദ്ദൻ സാറിനെ പറ നോക്കട്ടെ. അതായത് പറഞ്ഞില്ലേ, ഹോ പട്ടച്ചാര വിട്ടോ കൊട്ടാരം. അയ്യ, അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇതാവും. നമ്മൾ മിമിക്രി ചെയ്യുന്ന ആളല്ലല്ലോ. അല്ല, പാട്ട് പാടും. പാട്ട് പാടും, പാടാറുണ്ട്. മുളക് കഴിച്ചിട്ട് ഒരു പാട്ട് പാടിയായിരുന്നു. അതൊക്കെ തമാശക്കാണ്. ശരിക്കും അറിയാം. അതിനകത്തുള്ള മിക്കതും ജനുവിനാണെന്ന് അറിയാം. അടി കൊള്ളുന്ന സത്യത്തിൽ അടി കൊള്ളുമ്പോ അനുവിന്റെ ഒരു എക്സ്പ്രഷൻ കാണുമ്പം ഭയങ്കര ആക്ടിങ് ആണെന്ന് വിചാരിക്കും. പക്ഷെ ആ സത്യത്തിൽ അത് നല്ല വേദന ഉണ്ടോ? ഉണ്ടോ? ആണോ? ഈ ഷോർട്സ് ഒക്കെ ഇട്ടോണ്ട സമയത്ത് കറക്റ്റ് താഴത്തിന് അടിക്കുമല്ലോ. വാ തുറക്കുന്നില്ല കുട്ടി കേട്ടോ, മാത്രമേ പറയുന്നുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് ഈ 2 പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് ഔട്ട്ഫിറ്റ് കൂടെ നോക്കി. ഒരു വരി പാട്ട് ഇഷ്ടമുള്ള. ഇറ്റ്സ് അപ് ടു യു. കണ്ണാന്തുമ്പി പോരാമോ? പാടിക്കും. അതല്ലേ സേഫ് സോങ്? അതാ പാടിക്കും.
വെണ്ണില ചന്ദനക്കിണ്ണം രണ്ടുപേരും കുന്നമട പാടിയാ കായലിൽ എന്നാ പിന്നെ വീണേ. പാടാം. ആ വെണ്ണില ചന്ദനക്കിണ്ണം കൈ മാറ്റ്. ഒന്നുകൂടെ. ആ ഉറക്കപ്പാട്. ഇയാൾ എനിക്ക് ട്രോള് മേടിച്ചു. ഇവിടെ ആരുമില്ല. വെണ്ണില ചന്ദനക്കിണ്ണം ഹോയ് ഹോയ് പുന്നമടക്കായലിൽ വീണേ ഹോയ്. കുഞ്ഞിളം കോയിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകം കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞളി കൂടൊരുക്കാൻ വാ. കാലിൽ എല്ലാം അറിയാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡിയർ കേട്ടോ. വളരെ സന്തോഷം. നന്നല്ല നമ്മൾ പറ്റുന്നതിൽ നമ്മൾ പാടിയിട്ടുണ്ട്. അത്ര നമ്മൾ പാട്ടുകാരൊന്നുമല്ല. ഞാൻ നന്നായിട്ട് പാടുന്നതാണ്. ഞാൻ ആരായിരുന്നേരം വെള്ളമൊക്കെ കുടിച്ച് പാടുന്നതാണ്. ഇച്ചിരി വെള്ളം തട്ടെ കുടിക്കുക, പാടാവോ? അപ്പൊ കുറച്ചുകൂടെ ഇത് കൊള്ളില്ലെന്നാണ് അതിന്റെ അർത്ഥം. അല്ല, ഇപ്പൊ പറഞ്ഞില്ലേ, കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മളിതല്ലേ സന്തോഷം. ഇപ്പൊ ഇത് എന്റെ കള്ള സൗണ്ട് ആണേ. ഇതിന്റെ കള്ള സൗണ്ട് ഉണ്ടോ? അതായത് പയ്യെ പാടുമ്പോ എല്ലാരും കള്ള സൗണ്ട്. ഉറക്കം പാടി നോക്കട്ടെ. ഇപ്പൊ എന്റെ സൗണ്ട് വെച്ചിട്ട് വെണ്ണില ചന്ദനക്കിണ്ണം അങ്ങനെ പാടാൻ പാട്. അത് പാടി ചേട്ടന് കണ്ടന്റിന്റെ വേണ്ടി ചേട്ടൻ ചോദിക്കും. കള്ള സൗണ്ട് എന്ന് പറഞ്ഞ സൗണ്ട് കുറച്ച് പാടുന്നത് അങ്ങനെ പാടാൻ പറ്റും. ചില ആൾക്കാർ നമ്മൾ ഈ ഒരു ബാസ് സൗണ്ട് എടുത്തിട്ട് വെണ്ണില ചന്ദനക്കിണ്ണം അങ്ങനെ പാടും. വെണ്ണില ചന്ദനക്കിണ്ണം പല വേരിയേഷനിലും പാടാന്നാ അനു പറയുന്നത്. അത്രേ ഉള്ളൂ. വെണ്ണില ചന്ദനക്കിണ്ണം അങ്ങനെയും പാടാം. കള്ള സൗണ്ട് എന്നല്ല പറയുന്നത്. കള്ള സൗണ്ട് എന്ന് പറഞ്ഞ ഇത് വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ. ഇതാണ് കള്ള സൗണ്ട്. അത് ലോ പിച്ച് എന്ന് പറയും, മറ്റേത് ഹൈ പിച്ച്. കള്ള സൗണ്ട് എന്നല്ല. കള്ള സൗണ്ട് ഇത് വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ. ഇതാണ് കള്ള സൗണ്ട്. എനിക്ക് പാടാൻ ഇഷ്ടമാണ്. ഞാൻ വീട്ടിലേ പാടുള്ളൂ. സ്റ്റാർ മാജിക്കിന് വേണ്ടി. വളരെ സന്തോഷം. നമുക്കിപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറോളം നമ്മൾ സംസാരിച്ചു. പല വിശേഷങ്ങൾ സംസാരിച്ചു, കല്യാണ കാര്യങ്ങൾ സംസാരിച്ചു, ആക്ടിങ്ങിനെ കുറിച്ച് സംസാരിച്ചു, പലതും സംസാരിച്ചു. വളരെ സന്തോഷം. കഴിഞ്ഞ 4 വർഷത്തിലെ ശേഷം ഇപ്പോൾ ഈ 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല അല്ലേ? അപ്പോൾ എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്തായാലും മൂവി വേൾഡ് വീഡിയോയിൽ അല്ല യൂട്യൂബ് ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത്. ഒത്തിരി തവണ ചേട്ടൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും ചില സമയങ്ങളിൽ. അപ്പം എന്തായാലും സന്തോഷം. വീണ്ടും വീട്ടുവിശേഷങ്ങളൊക്കെ ചോദിച്ച് കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്തു. ഭയങ്കര സന്തോഷം. പിന്നെ വേറെന്താ പറയാനുള്ള, പിന്നെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഒത്തിരി തിരിച്ചും ഒരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ്. താങ്ക് യു. കീപ് സപ്പോർട്ടിങ് അല്ലേ? അപ്പം വളരെ സന്തോഷമാണ്. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ തന്നെ ഈ 2024 എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മെയിനായിട്ടും കല്യാണം തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് വരുന്ന വഴിയെ വരട്ടെ. കല്യാണത്തിന് മുന്നേ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ ചെയ്യുക. അത് വരട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം. നല്ലൊരു സിനിമ, കഥാപാത്രമായിട്ടുള്ള സിനിമ കിട്ടട്ടെ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞ പോലെ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. 7 വർഷം കൊണ്ട് അനു അടിപൊളിയായി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞോണ്ടല്ല എങ്കിലും അത് ദൈവം കൊണ്ടു തന്നു. അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ വരട്ടെ എന്ന് ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇനി ഇന്റർവ്യൂ വെച്ച് തരണം കേട്ടോ. എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോൾ. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.